ഇത്തവണ ലഭിച്ച അധിക മഴ ജാതി കർഷകർക്ക് കടുത്ത പ്രതിസന്ധിയാകുന്നു. തുടർച്ചയായി മഴ പെയ്തതോടെ ജാതി മരത്തിൽ വെള്ളക്കായ പൊട്ടുന്നതാണ് കർഷകർക്ക് വിനയായിട്ടുള്ളത്. ഇത് വരും ദിവസങ്ങളിലെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കും. മരുന്ന് തളിച്ച് കർഷകർ പ്രതിരോധ മാർഗമൊരുക്കുന്നുവെങ്കിലും വരും ദിവസങ്ങളിൽ മഴ തുടർന്നാൽ കാര്യങ്ങൾ കൂടുതൽ പരുങ്ങലിലാകും. മെയ് മാസം അവസാനം വരെ പെയ്ത കനത്ത മഴ കാർഷിക മേഖലയ്ക്കാകെ വലിയ നഷ്ടം വരുത്തിയിട്ടുണ്ട്. വാഴ കർഷകർക്കും ഏലം കർഷകർക്കുമാണ് അധികവും നഷ്ടം സംഭവിച്ചത്. ഇതിനൊപ്പമാണ് ജാതി കർഷകരും നഷ്ടക്കണക്കുകളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അധികമായി ലഭിച്ച വേനൽ മഴയ്ക്ക് പുറമെ കാലവർഷം എത്തിയതിന് പിന്നാലെ പെയ്ത കനത്ത മഴ കൂടിയായതോടെ ജാതി മരങ്ങളിൽ വെള്ളക്കായ പൊട്ടുന്നതാണ് കർഷകർക്ക് വിനയായിട്ടുള്ളത്. മൂപ്പത്തു മുമ്പെയാണ് കായ്കൾ ഇത്തരത്തിൽ ഉപയോഗശൂന്യമായി മാറുന്നത്. ഇത് വരും ദിവസങ്ങളിലെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കും. മരുന്ന് തളിച്ച് പ്രതിരോധ മാർഗമൊരുക്കുന്നുവെങ്കിലും വരും ദിവസങ്ങളിൽ മഴ തുടർന്നാൽ കാര്യങ്ങൾ കൂടുതൽ പരുങ്ങിലാകുമെന്ന് ജാതി കർഷകർ പറയുന്നു. ജാതി കൃഷി ആദ്യകാലങ്ങളിൽ കുറവായിരുന്നു. ഇപ്പോൾ വ്യാപകമായ ജാതി കൃഷിയുണ്ട് ഇടുക്കി ജില്ലയിൽ. അപ്പോൾ വില കൂടുതലും കിട്ടും. അപ്പോൾ കൃഷിക്കാരൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കി നന്നായിട്ട് ജാതി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ജാതിക്ക അതിവർഷം കൊണ്ട് ഈ പ്രാവശ്യം ജൂൺ മാസത്തിൽ 10 ദിവസം മുമ്പേ തന്നെ മഴ പെയ്തു. അത് ജാതി മരങ്ങൾക്കൊരു പനി പിടിച്ചതുപോലെയാണ്. അല്പം ചോട്ടിലും വീഴാൻ പാകത്തിന് അടിച്ചുവിട്ടാൽ വളരെ നല്ലതാണ്. രോഗപ്രതിരോധം ഉണ്ടാവും. മഴയ്ക്കൊപ്പം ശക്തമായി വീശിയ കാറ്റും ജാതി കർഷകർക്ക് നഷ്ടം സമ്മാനിച്ചിരുന്നു. മൂപ്പത്തും മുമ്പേ കാറ്റിൽ കായ്ക്കളും പൂക്കളും വലിയ തോതിൽ നിലംപതിച്ചതാണ് നഷ്ടക്കണക്കുകൾക്ക് ഇടവരുത്തിയത്. ജാതിക്കായ്ക്കും പത്രിക്കും മെച്ചപ്പെട്ട വില ലഭിക്കുന്നുവെങ്കിലും ഉൽപാദനം കുറഞ്ഞാൽ ഉയർന്ന വിലയുടെ ഇത്തവണ ലഭിച്ച വേനൽ മഴ ജാതി കർഷകർക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ പിന്നാലെ എത്തിയ പെരുമഴ ജാതി കർഷകരുടെയും പ്രതീക്ഷകൾ കെടുത്തി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.